നമസ്കാരം. ശ്രീ കെ എം ഷാജഹാൻ, CPM-ന്റെ നേതൃയോഗങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി 2ാം ദിവസമാണ്. നാളെ കൂടെ കഴിയുമ്പോൾ മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും ഇതിൻ്റെ ഒരു സംക്ഷിപ്തം കിട്ടുമോ എന്ന് കാത്തിരിക്കുന്നുണ്ട്. പുറത്ത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഒക്കെ പരക്കുന്നുണ്ട്. ഉള്ളിൽ വലിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. നമുക്കിപ്പോ കിട്ടുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് മാത്രമാണ് വരുന്നത്. അതുപോലെ നവകേരള സദസ്സിന്റെ യാത്രയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് എതിരഭിപ്രായവുമുണ്ട്. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ ആലപ്പുഴയിൽ സുധാകരൻ അതിശക്തമായിട്ട് CPM-നെതിരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എളമരം കരീമിന് തൻ്റെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് CPM ജയിച്ചപ്പോൾ അതിൻ്റെ മേൽ പിന്നെയും അന്വേഷണം നടത്തി തന്നെ തരം താഴ്ത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ വോട്ടിന് പരാജയപ്പെട്ട എളമരം കരീമിന് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അവിടെ അന്വേഷണം നടത്താത്തത് എന്താണെന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2 ഭാഗത്തായിട്ട് 2 തരത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അതിനോടൊപ്പം CPI-യുടെ ജില്ലാ കമ്മിറ്റികളും ഇങ്ങനെ വലിയ അവലോകന യോഗം നടക്കുന്നു. ശക്തമായ എതിർപ്പ് പിണറായിയോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഈ മുകൾ തട്ടിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും രൂപപ്പെടാൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത്. നമ്മള് ഈ CPM-ന്റെ നേതൃത്വ യോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയിൽ ഇപ്പോൾ 5-6 റൗണ്ട് കഴിഞ്ഞു അല്ലേ? ഇപ്പൊ വിജയനാഥനോട് 3 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ 3 ചോദ്യത്തിനും വളരെ ചുരുക്കി മറുപടി പറയാൻ ഞാൻ ശ്രമിക്കാൻ പോവാണ്. അതിൽ ഒന്നാമത്തത് പാർട്ടിക്കകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള വിജയനാഥന്റെ ചോദ്യമാണ്. അതില് ഇന്നിപ്പോ മനോരമയിലെ മുഖ്യ വാർത്തയായി വന്നിരിക്കുന്നതാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വിമർശനം, ഭരണവിരുദ്ധ വികാരമെന്ന് റിപ്പോർട്ട്. അത് ചുരുക്കിയാണെന്ന് വായിക്കാം. ഭരണ ദൗർബല്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം. മുഖ്യമന്ത്രിയുടെ ശൈലി ജനങ്ങളെ അകറ്റിയെന്ന് വിമർശനവും ഉണ്ടായി. നേതാക്കളുടെ പ്രവർത്തന ശൈലിയും പെരുമാറ്റ രീതിയും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതായെന്നും ജനങ്ങളെ കേൾക്കാത്ത പാർട്ടി എന്ന വികാരം ഉണ്ടായെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. എന്ന് പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച റിപ്പോർട്ടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വയ്ക്കുന്നത്. അതിൽ ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ്. ഇതിന്റെ ചുവട് പിടിച്ചാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ശൈലിക്കെതിരെയും ആക്ഷേപം ഉണ്ടായത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ശൈലിക്കെതിരെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ആക്ഷേപം ഉണ്ടായി എന്നർത്ഥം. പാർട്ടിക്ക് കരുത്തായിരുന്ന ഈഴവ വിഭാഗങ്ങളുടെ വോട്ട് പല മണ്ഡലങ്ങളിലും നഷ്ടമായെന്നും ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അടിസ്ഥാന വോട്ടുകൾ പോലും ചോർന്നെന്നും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കും. നമ്മളത് വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. സംസ്ഥാന കമ്മിറ്റിക്ക് ആമുഖമായി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും നിരാശാജനകമായി തോൽവിയിൽ ഭരണപരമായ പോരായ്മകൾ പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതൊരു സൂചനയാണ്. അതിലേക്ക് ഞാൻ വരാം. ക്ഷേമ പെൻഷനുകളും മറ്റും മുടങ്ങിയത് അടിസ്ഥാന വർഗത്തെ എതിരാക്കി. സാമ്പത്തിക പരിസ്ഥിതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. പ്രശ്നപരിഹാരത്തെക്കാൾ സംസ്ഥാന സർക്കാരിന്റെ മുൻഗണന മറ്റു കാര്യങ്ങൾക്കായി. എന്നിട്ട് അവസാനം പറയുന്നതാണ് ഭരണവിരുദ്ധ വികാരമല്ല, BJP വിരുദ്ധ വികാരമാണ് കോൺഗ്രസിനും UDF-നും അനുകൂലമായെന്ന പിണറായി വിജയന്റെ അഭിപ്രായത്തോട് പൊരുത്തപ്പെടുന്ന ചർച്ചയല്ല യോഗത്തിൽ ഉണ്ടായത്. ഇതാണ് വിരുദ്ധ വികാരം. അത് അതിന്റെ ഒരു ജിസ്റ്റ് ഇതാണ്. കേരളമോദി കൊടുത്തിരിക്കുന്ന ഭരണവിരുദ്ധ വികാരം ജനവിധിയിൽ പ്രതിഫലിച്ചു. പക്ഷെ മാതൃഭൂമി വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിണറായി വിജയൻ മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായ ഗതി പാർട്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇത് BJP വിരുദ്ധവും പിന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വിധിയാണ് എന്നും ഭരണവിരുദ്ധ വികാരമില്ല എന്നും പിണറായി വിജയൻ കൃത്യമായി പറഞ്ഞിരുന്നു. ആ തീരുമാനം ആ ഒരു ധാരണയല്ല പാർട്ടിക്കുള്ളത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതിനു മുമ്പ് ഈ വാർത്തയെ കുറിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാരണം ഞാൻ ഈ CPM-നകത്ത് 15 വർഷം ഉണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് വാർത്താ ചോർത്തി എന്ന് പറഞ്ഞ ആക്ഷേപം ഉന്നയിച്ചിട്ടാണ് എന്നെ പുറത്താക്കിയത്. മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പായി വിജയനാഥനടുത്ത് പറയാം. ഈ വാർത്ത പ്ലാന്റഡ് ആണ്. ഈ മനോരമയിൽ വന്നിരിക്കുന്ന ഈ മെയിൻ വാർത്ത, ഈ ലീഡ് വാർത്ത പ്ലാന്റഡ് ആണ്. ആ പ്ലാന്റിങ് എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചകളെ സ്വാധീനിക്കാൻ വേണ്ടി CPM-നകത്തുള്ള ഏതെങ്കിലും ഒരു കോൺ, ഒരു ഭാഗം ചോർത്തി കൊടുത്തിട്ടുള്ളത്. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം
ഇതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കേൾക്കുന്നു, ഇങ്ങനെ കേൾക്കുന്നു, അങ്ങനെ അത്ര ഇങ്ങനെ അത്രയെന്നൊന്നും ഉള്ള എന്നല്ല. വളരെ ആധികാരികമായി MP ഗോവിന്ദൻ ഇത് പറഞ്ഞു, പിന്നെ ദേശീയ ജനറൽ സെക്രട്ടറി ഇത് പറഞ്ഞു എന്നൊക്കെ വളരെ ആധികാരികമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുക. അല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അറിയുന്നു, അറിയാൻ കഴിയും, അങ്ങനെയാണല്ലോ ഈ ചോർത്തിയ വാർത്തകൾ സാധാരണ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് വളരെ കൃത്യമായി തന്നെ വന്നിട്ടുള്ളതാണ്. ഒന്ന്, അപ്പൊ ഒന്നാമത്തെ എന്റെ പോയിന്റ് ഇത് പ്ലാന്റഡ് ആണ്. രണ്ട്, ഈ പ്ലാന്റഡ് വാർത്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ്. അതാണ് രണ്ടാമത്തെ എന്റെ നിരീക്ഷണം. കാരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാം. കാരണം ഇതൊക്കെ പണ്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഉണ്ട് എന്നുള്ളതും അതിനകത്ത് ഞാനൊക്കെ പല പല ഘട്ടങ്ങളിലും പലതരത്തിൽ ഭാഗഭാഗമായിരുന്നതും കൂടെ കൊണ്ടാണ് ഞാനത് പറയുന്നത് വിചാരിച്ചോ. രണ്ടാമത്, മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ രണ്ട് സൂചനകളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് അതായത് നേതാക്കളുടെ പ്രവർത്തന ശൈലിയും പെരുമാറ്റ രീതിയും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നും ജനങ്ങളെ കേൾക്കാത്ത പാർട്ടി എന്ന വികാരം ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ വാദം തള്ളി. രണ്ട്, തോമസ് ഐസക്ക് പറഞ്ഞ ഒരു വാദമുണ്ട്, ജനങ്ങളെ കേൾക്കാൻ ഒരു ചെവി ഉണ്ടാവണം എന്ന് പറഞ്ഞല്ലോ. അതേ വാചകം തന്നെയാണ് ജനങ്ങളെ കേൾക്കാത്ത പാർട്ടി എന്ന വികാരം എന്ന് പറയുമ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞ ചില വാചകങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ച റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. അപ്പം ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു ഇൻഅഡ്വർട്ടന്റ് അല്ല, ഒരു ആകസ്മികമായിട്ടുള്ള ഒരു സംഭവമല്ല. പ്ലാന്റഡ് അല്ല, പ്ലാന്റഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് പ്ലാൻഡ് ആണ്, ഇത് സുസംഘടിതമാണ്, ആസൂത്രിതമാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് തോമസ് ഐസക്ക് എന്തുകൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മിറ്റിക്ക് മുമ്പ് പരസ്യമായി പറഞ്ഞു. ശരിക്കും പാർട്ടി വിരുദ്ധമാണത്. കാരണം പറയാനുള്ളത് പാർട്ടിക്കകത്ത് മാത്രമേ പറയാൻ പാടുള്ളൂ. പാർട്ടിയിൽ നിന്ന് പിന്നെ വാർത്ത ചോർന്നും പറഞ്ഞ് പുറത്താക്കിയ ഒരാളാണ് ഞാനെന്ന് ഓർത്തു. പക്ഷെ തോമസ് ഐസക്ക് എന്ത് ചെയ്തു? അത് പാർട്ടി കമ്മിറ്റി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുറത്തു പറഞ്ഞു. പുറത്തു പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സംശയവും വേണ്ട വിജയനാഥ്, അത് പോളിറ്റ് ബ്യൂറോയുടെ അനുഗ്രഹാശിത്തുകളുടെയും ആശീർവാദത്തോടും കൂടിയാണ് തോമസ് ഐസക്ക് അത് പുറത്തു പറഞ്ഞത്. അങ്ങനല്ലാതെ അപ്പൊ അതിനകത്തൊരു സംശയം, പോളിറ്റ് ബ്യൂറോയ്ക്ക് പിണറായിയെ നേരിട്ടൊന്നും തൊടാൻ കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം അല്ല, അങ്ങനെയല്ല പ്രൊസീജിയർ. അങ്ങനെ അല്ല, പിണറായിയെ കൈകാര്യം ചെയ്യാൻ പാർട്ടി പോളിറ്റ് ബ്യൂറോ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതിന്റെ ചില സൂചനകളാണ് ഇതെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ അത് ഐസക്കിനെ ഒരു ഉപകരണമാക്കി. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു മോഡസ് ഓപ്പറാണ്ടി എന്ന് പറയുന്നത്? പറയാനുള്ള കാര്യങ്ങൾ, പിണറായി വിജയന്റെ നിലപാടിനെതിരെ പറയാനുള്ള കാര്യങ്ങൾ ആദ്യമായി പുറത്തു പറയുന്നു. ഒരു സംശയവും വേണ്ട, പിണറായി വിജയനെതിരെ ഒരാൾ പുറത്തു പറയുന്നെങ്കിൽ അത് മേലിൽ നിന്നൊരു പച്ചക്കൊടി കിട്ടാതെ തോമസ് ഐസക് ഒരിക്കലും പിണറായി വിജയനെതിരെ പുറത്ത് പറയില്ല. നമുക്കറിയാലോ. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഏക ഛത്രാധിപതിയാണ് പിണറായി. അയാളുടെ ചവിട്ടടിയിലാണ് പാർട്ടി. അപ്പൊ അയാൾക്കെതിരെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ട്. ഇനി രണ്ട്, അയാൾ മാത്രമല്ല, MP ഗോവിന്ദനും പറഞ്ഞു സാമാന്യം നല്ല തോൽവി നമ്മൾ തോറ്റു, ഇനി ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സാമാന്യം നല്ലപോലെ നമ്മൾ തോറ്റു എന്ന് പറഞ്ഞു. അതും പിണറായി വിജയനെതിരാണ്. കാരണം പിണറായി വിജയൻ അപ്പോഴും പിന്നെ വോട്ടിന്റെ കണക്കൊക്കെ പറഞ്ഞ് ബൗദ്ധിക തലത്തിൽ ചില നമുക്ക് 4 ലക്ഷം കുറഞ്ഞപ്പോൾ അവർക്ക് 6 ലക്ഷം കുറവുള്ളതെന്നും പറഞ്ഞിട്ട് പിണറായി വിജയൻ നിൽക്കുകയായിരുന്നു. അതിനെതിരായി MP ഗോവിന്ദനും പറഞ്ഞു നല്ലതുപോലെ തോറ്റു. അപ്പോ MP ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടി പോളിറ്റ് ബ്യൂറോവുമായി നല്ല ആത്മബന്ധമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ടാണല്ലോ അയാളെ ആക്കിയതും. കാരണം അയാൾ 2006 പിന്നെ ഇതിലേക്ക് വരുന്നത്. 2006 അയാൾ 2018 മറ്റാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നത്. ആര്? MP ഗോവിന്ദൻ. എന്നാൽ 2006 മുതൽ കേന്ദ്ര കമ്മിറ്റിയിലുള്ള ആളാണ് EP ജയരാജൻ. അപ്പൊ അയാളെ എന്നാക്കിയപ്പോൾ മുതൽ അയാൾ നല്ല ബന്ധം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ഐസക്കും MP ജയരാജനും MP ഗോവിന്ദനും ഈ അഭിപ്രായങ്ങൾ പറഞ്ഞത് പോളിറ്റ് ബ്യൂറോയുടെ പച്ചക്കൊടി കിട്ടിയതിനെ തുറന്നിട്ടാണ്. ഒന്ന്. രണ്ട്, അതേ വാദഗതി തന്നെയാണ് MP ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച റിപ്പോർട്ടിലും പ്രതിഫലിക്കുന്നത്. അതായത് MP ഗോവിന്ദനും തോമസ് ഐസക്കും പറഞ്ഞ വാദം. ഇനി ഇടയ്ക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് പരാജയം കഴിഞ്ഞ ഉടനെ തന്നെ പോളിറ്റ് ബ്യൂറോയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു.
സാധാരണഗതിയിലാണെങ്കിൽ പോളിറ്റ് ബ്യൂറോ പിണറായി വിജയൻ പറഞ്ഞതിന് അനുകൂലിച്ചാ പറയേണ്ടത്. പക്ഷെ പോളിറ്റ് ബ്യൂറോ എത്തോടെ എന്താ പറഞ്ഞത്? നിരാശാജനകം എന്ന് മാത്രമല്ല വിശദമായി പരിശോധിക്കും. മനസ്സിലായി? അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് നിരാശാജനകമാണ്, ഇത് പരിശോധിക്കും. ആ സ്റ്റെപ്പ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? MV ഗോവിന്ദൻ നല്ലപോലെ തോറ്റു. ഇനി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തില്ല എന്നുള്ളത് അപ്പൊ ഭരണവിരുദ്ധ വികാരമാണെന്ന് അതിനകത്ത് തോന്നും. 2.A ആണ് ഞാൻ പറഞ്ഞത്. MV ഗോവിന്ദൻ 2.B എന്താണ്? തോമസ് ഐസക് പരസ്യമായി പുറത്തു പറയുന്നു. അതാണ് 2.B. 3 മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇതേ വാദഗതികൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ പ്രതിഫലിക്കുന്നു. 3. ഫോർത്ത് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഫോർത്ത് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതേ വാദഗതി തന്നെ സംസ്ഥാന കമ്മിറ്റി തുടങ്ങുമ്പോൾ നടത്തുന്ന ആമുഖ പ്രഭാഷണത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്നു. അതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന കമ്മിറ്റിക്ക് ആമുഖമായി സംസാരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും നിരാശാജനകമായിട്ടുള്ള ഈ തോൽവിയിൽ ഭരണപരമായ പോരായ്മകളും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നിട്ട് എന്ത് പറ്റുന്നു? ഈ കാര്യം മനോരമയിലെ സെൻട്രൽ ഫസ്റ്റ് പേജിൽ പ്ലാൻ ചെയ്തു. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? ഇതെല്ലാം ചെയ്യുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പിണറായി വിജയനെ വിമർശിക്കാനുള്ള ഊർജം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ കുത്തിവെക്കലാണ്. മനസ്സിലായി? അതായത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും പിണറായി വിജയന്റെ നിലപാടിനെതിരാണ് എന്നുള്ള സന്ദേശം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന കമ്മിറ്റി തുടങ്ങുന്നതിന് മുമ്പ് കൊടുക്കുക. ഇനിയിപ്പോ അവർക്കൊന്നും പേടിക്കണ്ട. പിണറായി വിജയൻ പറഞ്ഞ മാധ്യമ സിൻഡിക്കേറ്റ് ഇവിടെ വേണം പറയാം. പിണറായി വിജയൻ ഇതിന്റെ ആളായിരുന്നത് വേറെ കാര്യമാണ്. അപ്പോ ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താ? പിണറായി വിജയനാണ് പാർട്ടിയെങ്കിൽ പിണറായി വിജയനോട് നിൽക്കുക. അല്ലാതെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ പ്രതിശാസ്ത്രവും രാഷ്ട്രീയവും നിലപാടൊന്നുമില്ല. PS സച്ചിദാനന്ദൻ പോയതിനു ശേഷം ഇപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി കേന്ദ്ര നേതൃത്വവും ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരുത്തനും ഒരു വാക്ക് പോലും പറയത്തില്ല. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പാർട്ടി നേതൃത്വവും കേന്ദ്ര നേതൃത്വവും പിണറായി വിജയന്റെ നിലപാടുകൾക്ക് എതിരാണെന്നുള്ള കാര്യം അവർ പരസ്യപ്പെടുത്തിയിരിക്കുന്നു. പത്രത്തിലൂടെയും പരസ്യപ്പെടുത്തി, പാർട്ടിക്കകത്തും പരസ്യപ്പെടുത്തി. സ്വാഭാവികമായി ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇന്നും നാളെയും കൂടുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ നല്ലപോലെ വിമർശനങ്ങൾ പിണറായി വിജയനെതിരെ വരും എന്നാണ്. കാരണം പാർട്ടി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വവും പിണറായിക്ക് എതിരാണെന്ന് ബോധ്യമായി. അതുകൊണ്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വരെ പിണറായി വിജയനോടൊപ്പം നിന്നവർ പോലും തിരിഞ്ഞ് കമ്മിറ്റിയിൽ അയാൾക്കിട്ട് അയാളെ ചവിട്ടി കൂട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ പ്ലാന്റഡ് വാർത്തകൾ നാളെ പത്രത്തിൽ കാണുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ പറഞ്ഞത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പിണറായിയുടെ ഒരു ഡൗൺഫോൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഇത് ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ എല്ലാ ദിവസവും പിണറായി തുറന്നു, പിണറായി ചത്തു, പിണറായി ചവിട്ടിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ അല്ല. നമ്മുടെ ഈ വീഡിയോയുടെ ഒക്കെ താഴെ ഞാൻ ഈ കമന്റ് വായിക്കുമ്പോഴേ ഷാജഹാൻ പലരും ചോദിക്കുന്നുണ്ട്, ഇത് കുറെ നാളായാലും ഇങ്ങനെ പറയുന്നത്, ഇത് നിങ്ങൾ എന്താ ഇങ്ങനെ കൊതിപ്പിക്കുന്നത്, വല്ലതും നടക്കുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ കമ്മിറ്റി കഴിയുമ്പോഴും അല്ല, പക്ഷേ ഞാൻ പറയുന്നത്, പക്ഷെ എനിക്ക് അതിനകത്തുള്ളൊരു അഭിമാനം, നമ്മളിപ്പോ 4-5 റൗണ്ട് ചർച്ച നടത്തിയെങ്കിലും നമ്മൾ ആ നിലയിൽ ഈ സാധാരണ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോ 5 തവണ ചർച്ച ചെയ്തെങ്കിലും എന്റെ മനസാക്ഷിയോട് ഞാൻ ചോദിച്ചാൽ വസ്തുനിഷ്ഠമായിട്ടും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഒരു കാര്യങ്ങളും എന്റെ മനസ്സിൽ നിന്ന് മാത്രമുള്ള കാര്യങ്ങളല്ല, നടന്നതായി മാധ്യമങ്ങളിൽ വന്നതും നിഷേധിക്കപ്പെടാതെ പോയതുമായ കാര്യങ്ങളാണ്. ഇപ്പൊ തോമസ് ഐസക് ഇത് പറഞ്ഞല്ലോ പരസ്യമായി. തോമസ് ഐസക്കിനെ ആരും നിഷേധിച്ചില്ല പാർട്ടിയിൽ നിന്ന്. MV ഗോവിന്ദൻ പറഞ്ഞല്ലോ, MV ഗോവിന്ദനെ ആരും നിഷേധിച്ചിട്ടില്ല പാർട്ടിയിൽ നിന്ന്. മനസ്സിലായി? അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പിടി പാർട്ടിയിൽ വിട്ടുകയാണോ എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വിജയനാഥ്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരുടെ മുന്നിൽ ഇപ്പൊ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, പിണറായി വിജയനെ കൂടെ നിൽക്കണോ അതോ പാർട്ടിയുടെ കൂടെ നിൽക്കണോ? കാരണം മറുഭാഗത്ത് പാർട്ടി തീർന്നുകൊണ്ടിരിക്കുക, പാർട്ടിയുടെ വോട്ട് മുഴുവൻ BJP കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ഇനി തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ പാർട്ടിയാണോ നിലനിൽപ്പ്,
അതോ പിണറായി വിജയനാണോ നിലനിൽപ്പ് എന്നുള്ളിടത്തേക്കാണ് എത്തുന്നത്. അവിടെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും പിണറായി വിജയന്റെ നിലപാടിനെതിരാണ് എന്ന് കൂടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി പിണറായി വിജയന് പിടിച്ചു നിൽക്കാൻ യുക്തിഭദ്രമായിട്ടുള്ള കാരണങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ പറയേണ്ടി വരുമ്പോഴും പിണറായി വിജയൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ പാർട്ടി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്ന്. രണ്ട്, പോളിറ്റ് ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം പോളിറ്റ് ബ്യൂറോക്ക് ഒരു പ്രായശ്ചിത്തം ചെയ്യണം. കാരണം പോളിറ്റ് ബ്യൂറോ ആണ് ഈ ഭൂതത്തിനെ സൃഷ്ടിച്ചത്. ആ ഭൂതം ഇപ്പൊ കുടത്തിൽ നിന്ന് പുറത്തു വന്ന് ഈ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും ഈ ഭൂതത്തിനെ സൃഷ്ടിച്ചത് അവരായതുകൊണ്ട് ഈ ഭൂതത്തിന് ഇംഗ്ലീഷിൽ പറഞ്ഞ റെയിനിൻ ചെയ്യാനുള്ള ബാധ്യതയും ചുമതലയും പോളിറ്റ് ബ്യൂറോയ്ക്കുണ്ട്. അത് അവർ നിർവഹിച്ചില്ലെങ്കിൽ ഇതങ്ങ് വട്ടപൂജ്യമായി പോകും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രിപുരയിൽ ഇതില്ല, പശ്ചിമ ബംഗാളിൽ ഇതിന്റെ അവസ്ഥ പരമദയനീയമാണ്. 2011 പോയതാണ്, 2024 ഇവിടെയും ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ ഇത് തീരും എന്നുള്ളത് കൊണ്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് പിണറായി വിജയനേക്കാൾ കൂടുതൽ പ്രാധാന്യം പാർട്ടിയാണെന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ ഇനി പിടിച്ചു നിൽക്കൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ നടപടിക്രമം എന്താ? പിണറായി വിജയന്റെ നയം തെറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 1980-കളിൽ MP രാഘവൻ ബദൽ രേഖ കൊണ്ടുവന്ന് ആ നയം തെറ്റാണെന്ന് പറഞ്ഞു പുറത്താക്കി. ഗൗരിയമ്മയുടെ നയം തെറ്റാണെന്ന് പറഞ്ഞു പുറത്താക്കി. അങ്ങനത്തെ എത്രയോ സ്റ്റാൾ വാട്സിനെ പുറത്താക്കി. ആ ആർജവം പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടാകുമോ? അല്ല, വിജയൻ ഇതിനകത്തുള്ള പോയിന്റ് എന്താ അറിയോ? അന്നത്തെ പാർട്ടി അല്ല ഇന്നത്തെ പാർട്ടി. അന്നത്തെ പാർട്ടിക്കുള്ളത്ര ശക്തി ഇന്നത്തെ പാർട്ടിക്കില്ല, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇന്ന് പാർട്ടിയുടെ മുമ്പിൽ ഉള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ പാർട്ടി ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളതാണ്. അതാണ് പാർട്ടിയുടെ മുമ്പിലുള്ള ചോദ്യം. ഇപ്പൊ 80-കളിൽ MP രാഘവൻ വലിയ ഭീഷണി പാർട്ടിക്ക് സൃഷ്ടിച്ചെങ്കിലും അന്ന് പാർട്ടി ഇല്ലാതാകും എന്നുള്ളൊരു സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഗൗരിയമ്മയുടെ പ്രശ്നം വന്നപ്പോഴും ഉണ്ടാകും എന്നുള്ള പ്രശ്നം. പിന്നെ ഈ MP രാഘവന്റെ പ്രശ്നം വന്ന സമയത്ത് അന്ന് VS അച്യുതാനന്ദനെ പോലെ EMSനെ പോലുള്ള സ്റ്റാൾ വാട്സിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഗൗരിയമ്മയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. മനസ്സിലായി? ഇന്ന് അതുപോലത്തെ കൊള്ളാവുന്ന ഒരു നേതാവ് ഇതിന്റെ കൂട്ടത്തിലില്ല. ഏറ്റവും ബ്രിട്ടിലായിട്ട് ഇത് ഇങ്ങനെ ചതഞ്ഞ് ചെതല് പിടിച്ച് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിന്റെ വോട്ടുകൾ മുഴുവൻ BJP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയിലേക്കും കൂടെ പോയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും നിലനിർത്തിയില്ലെങ്കിൽ ഇത് അങ്ങ് ഇല്ലാതായി ഉപ്പുകലത്തിനകത്ത് പോലെ പോകുന്ന അറിയാമെന്നുള്ളത് കൊണ്ട് പോളിറ്റ് ബ്യൂറോയ്ക്കൊക്കെ ഒരു അസർട്ടീവായിട്ടുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പിണറായി വിജയൻ എന്ത് ചെയ്യും? ഇപ്പൊ പിണറായി വിജയനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പറയുമ്പോൾ പിണറായി വിജയനെ മാറ്റിയത് ശിക്ഷയാവുന്നില്ലല്ലോ. ഈ പാർട്ടിയിൽ അങ്ങനെ അല്ലല്ലോ, ശിക്ഷയാണ് പുറത്തു കളയുന്നുള്ളതാണ്. പക്ഷെ പിണറായി വിജയനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? പിണറായി വിജയനെ മാറ്റിക്കഴിഞ്ഞാൽ 5 നേതാക്കന്മാർ ഒരു സ്ഥാനം വഹിക്കണമെന്നും പറഞ്ഞ്. കാരണം പഴയ പോലത്തെ ഒരു 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 കെട്ടുറപ്പൊന്നും ഈ സാധനത്തിന് ഇല്ലല്ലോ. മനസ്സിലായി? അപ്പം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇത് പോകുന്നത് എന്ന് വേണം ഇതുവരെ ഉള്ള പുറത്തു വന്നിട്ടുള്ള വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഇപ്പം ചർച്ചയിൽ സജീവമായി വന്ന മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈഴവ വോട്ടുകൾ ധാരാളം ചോർന്നു എന്ന് ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചതാണ്. അപ്പൊ ഹൈന്ദവ വോട്ടുകളിലൊക്കെ തന്നെ അതിശക്തമായ ചോർച്ച ഉണ്ടായി എന്നുള്ളതും പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. അല്ല, അത് സ്വാഭാവികമാണ് ശ്രീജാത. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ കേരളത്തിന്റെ ഒരു ഡെമോഗ്രഫി നമ്മൾ എടുത്ത് നോക്കിയാൽ 29% മുസ്ലിങ്ങൾ, 18% ക്രിസ്ത്യാനികൾ, ഒരു 40-45% അല്ലെങ്കിൽ 48% വരുന്ന ഹിന്ദു വോട്ട്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും ഈഴവ വോട്ട്, പിന്നെ കുറച്ച് നായര്, കുറച്ച് ആദിവാസികൾ, പിന്നോക്കക്കാർ, ഇങ്ങനെയാണല്ലോ അതിന്റെ ഒരു കിടപ്പ്. ഈ ഈഴവ വോട്ടുകളിൽ 90% പതിറ്റാണ്ടുകളായി CPM-ന്റെ പെട്ടിയിലാണ് വീഴുന്നത്. കാരണം അവരെ ഈ പറഞ്ഞ വർഗപരമായിട്ടാണ് CPM കൂടെ നിർത്തിയത്. തൊഴിലാളികൾ അവർ ഇവരെന്നൊക്കെ പറഞ്ഞിട്ടാണ്, അല്ലാതെ ഒരു ജാതീയമായിട്ടല്ല. ഹൈന്ദവ വോട്ട് കൂടെ നിർത്തുക എന്നുള്ളതല്ല. ഇപ്പം ഈഴവരിൽ തന്നെ നല്ല വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ പല മേഖലയിലുള്ള തൊഴിലാളികൾ. ആ തൊഴിലാളികളെ വർഗപരമായി സംഘടിപ്പിച്ച് തങ്ങളുടെ ഒപ്പം നിർത്തുകയാണ് CPM പതിറ്റാണ്ടുകളായി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും ഈ വോട്ട് ബാങ്ക് ഏതാണ്ട് ഒരു 75-80% ഇൻടാക്ട് ആയിരിക്കും. ചിലപ്പോൾ അതിൽ 10-15% ചിലപ്പോൾ ചോരുമ്പോൾ തോക്കും. പക്ഷെ അപ്പോഴും ഒരു 10-15% ചോരുള്ളൂ, അതിനപ്പുറത്ത് ചോരില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താ? ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ CPM-ന്റെ കോർ വോട്ട് ബാങ്ക് ഏറ്റവും കൂടുതൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ആലപ്പുഴയിലാണ് അതിഭീകരമായിട്ടുള്ള ചോർച്ച ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആലപ്പുഴ മാത്രമല്ല, ആറ്റിങ്ങലൊക്കെ ഉണ്ട്. പക്ഷെ ആറ്റിങ്ങലൊക്കെ തന്നെ ഉള്ള വോട്ടെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ പോലെ CPM-ന്റെ പുറകിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു സാധനം ആയിരുന്നില്ല. ഇന്നിപ്പോ രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് കായംകുളം മണ്ഡലം
കായംകുളം മണ്ഡലത്തിൽ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പായിട്ട് CPM ശക്തമായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ് കായംകുളം. ആ കായംകുളം മണ്ഡലത്തിൽ ഏതാണ്ട് 86 ബൂത്തുകളിൽ BJP 1-ാം സ്ഥാനത്ത്. അല്ല, സുധാകരൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ടാണ് കായംകുളത്ത് ഇത്രയും വോട്ട്. അതെ, 86 ബൂത്തുകളിൽ BJP 1-ാം സ്ഥാനത്ത് നിന്ന് മാത്രമല്ല, തുടർച്ചയായി 2-3 തവണയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന കായംകുളത്ത് CPM ആ കായംകുളം മണ്ഡലത്തിൽ തന്നെ 3-ാം സ്ഥാനത്താണ്. മനസ്സിലായോ? 2021 2024 നമ്മൾ വോട്ടുകൾ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആരിഫിന് 1.5 ലക്ഷം വോട്ടാണ് കുറഞ്ഞത്. BJPക്ക് 1,82,000 വോട്ട് കൂടി. 90,000 വോട്ട് UDF-നും കുറഞ്ഞു. അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈഴവ വോട്ടുകൾ കുത്തി ഒരു വലിയ ആസ്തിയായി CPM-ന് നിൽക്കുന്ന ആ മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ ചോർച്ച ഉണ്ടായിരിക്കുന്നത്. പുന്നപ്രയിലും ഉണ്ടായി. ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ. ഇനിയിപ്പോ ആറ്റിങ്ങൽ വിടുന്ന കഴിഞ്ഞാൽ അത് തന്നെയാണ് സ്ഥിതി. ആറ്റിങ്ങലിൽ ഇപ്പൊ 2019 ശോഭാ സുരേന്ദ്രൻ വന്ന് വോട്ട് കൂട്ടി എന്ന് പറയുന്നതൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം അന്ന് ശരിക്കും ശബരിമലയുടെ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇത്തവണ V മുരളീധരൻ മത്സരിച്ചപ്പോഴാണ് അവിടെ യഥാർത്ഥത്തിൽ BJP വോട്ട് കൂട്ടിയത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം 2,48,000-ൽ നിന്ന് 3,11,000-ലേക്ക് പിന്നെ ഇയാളെ വോട്ട് കൂട്ടി. ആര്? മുരളീധരൻ. ഇപ്പൊ വോട്ട് കൂട്ടിയതാണ് യഥാർത്ഥ വോട്ട് കൂട്ടൽ. കാരണം എന്താ, അന്നത്തെ പോലെ തരംഗോ ശബരിമല ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും 63,000 വോട്ട് അയാൾ 2019 വീഴ്ച അവിടെ കൂട്ടി. മനസ്സിലായോ? അതിൽ തന്നെ കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും ഒക്കെ വലിയ വമ്പൻ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത് പിന്നെ BJPക്കുള്ള ഭൂരിപക്ഷമായിട്ട് മാറ്റി. മനസ്സിലായി? അപ്പം അടിസ്ഥാനപരമായി ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി തങ്ങളോടൊപ്പം നിന്നിരുന്ന കോർ വോട്ട് ബാങ്ക് ഒന്നാകെ ഒലിച്ചുപോയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു കറക്റ്റീവ് മെഷർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കുള്ളൊരു ഭയം എന്ന് പറയുന്നത് കോൺഗ്രസിലേക്ക് പോയാൽ ചിലപ്പോൾ തിരിച്ചു വരും, BJPയിലേക്ക് പോയാൽ തിരിച്ചു വരുമോ, ഈ ഭയമൊക്കെ അവർക്കുണ്ട്. മനസ്സിലായോ? എന്ന് മാത്രമല്ല BJPയുടെ തോറ്റ സ്ഥാനാർത്ഥികളൊന്നും അവിടുന്ന് പോയിട്ടില്ലെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ വലിയ പണിയൊന്നും എടുത്തിട്ടൊന്നും അല്ല ആലപ്പുഴയിൽ ജയിച്ചിട്ടുള്ളത്. CPM-കാരുടെ ഒരു പ്രതിഷേധത്തിന്റെ സൂചന. പക്ഷേ ശോഭാ സുരേന്ദ്രൻ എന്ത് ചെയ്തിരിക്കുന്നു? ജയിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് മാറിയിട്ടില്ല. കാരണം സുരേഷ് ഗോപിയുടെ അനുഭവം അവരുടെ മുന്നിലുണ്ട്. സുരേഷ് ഗോപി തോറ്റു കഴിഞ്ഞിട്ട് റോൾ മോഡൽ ആക്കൂ എന്ന് വരെ പറഞ്ഞു. അപ്പൊ സുരേഷ് ഗോപി തോറ്റു കഴിഞ്ഞാൽ അവിടുന്ന് പോയില്ല. മനസ്സിലായി? എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ മുരളീധരനൊക്കെ ഇത്തവണ പിന്നെ ഇപ്പൊ തന്നെ കഴക്കൂട്ടത്തുള്ള പണി ആരംഭിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എന്ന് മാത്രമല്ല CPM പോലൊരു കേഡർ പാർട്ടിയാണത്. ആ പാർട്ടിക്ക് കേന്ദ്രത്തിൽ കഴക്കൂട്ടത്ത് BJP 1-ാം സ്ഥാനത്ത് വഹിക്കുന്നത്. അതെ. എന്ന് മാത്രമല്ല അവർക്ക് കേന്ദ്രത്തിൽ BJPയുടെ ഭരണമുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ കൊണ്ട് CPM-ന് വലിയ തോതിലുള്ള ഭയമുണ്ട്. മനസ്സിലായി? പക്ഷെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളിടത്താണ് CPM ഈ പറഞ്ഞ പോലെ വലിയൊരു ഭിത്തിയിൽ വന്നിട്ട് ഇടിച്ചിട്ട് പുറകോട്ട് തെറിക്കുന്നത്. എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് സംബന്ധിച്ച് അവർക്ക് ഉറപ്പില്ലെന്ന് മാത്രമല്ല, അടി മുതൽ മുടി വരെയുള്ള നേതാക്കന്മാർ മുഴുവൻ കറപ്റ്റാണ്. അപ്പൊ ആരെ മാറ്റും? ഇപ്പൊ ജില്ലാ സെക്രട്ടറിമാരെ മാറ്റാനാണെങ്കിൽ എല്ലാ ജില്ലാ സെക്രട്ടറിമാരെ മാറ്റേണ്ടി വരും. സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇരിക്കുന്ന മുഴുവൻ പിണറായി വിജയന്റെ കാലിൽ തിരുമുന്നവരാണ്. അപ്പൊ മാറ്റിയാണ് അവരെ മുഴുവൻ മാറ്റേണ്ടി വരും. മനസ്സിലായോ? ഭരണവിരുദ്ധ വികാരമാണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ 4 മന്ത്രിമാരെ സെക്രട്ടറി ഇരുന്ന് മാറ്റേണ്ടി വരും. അപ്പൊ ഇവന്മാരൊരു വലിയ പ്രതിസന്ധിയിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇത് ഉരുത്തിരിഞ്ഞ് വരിക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, പിണറായി വിജയന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് പിന്നെ വിജയനാഥ് പറഞ്ഞ CPI-ക്കകത്തുള്ള വിമർശനം, അതും ശക്തമായിട്ടുണ്ട്. പിന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു ഇതായിട്ട് ചർച്ച ചെയ്യാം. കാരണം സുധാകരനോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളല്ല ഞാൻ. സുധാകരൻ വിഷയം നമുക്ക് വേണമെങ്കിൽ വേറൊന്ന് എടുത്തിട്ട് അതിന്റെ ശരിതെറ്റുകൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം എന്നാ. അപ്പൊ എന്തായാലും നാളെ കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ അവലോകനത്തിലേക്ക് പോകേണ്ടി വരും. യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇത് കഴിയുമ്പോൾ പിന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പുറലോകത്തെ അറിയിക്കും. എം പി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തും. പാർട്ടി എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് പുറമെ അറിയിക്കും. അപ്പൊ സ്വാഭാവികം നമ്മളത് ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സുധാകരന്റെ കൂടെ നമുക്കൊന്ന് വേറൊരു ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു.